എല്ലാവർക്കും നമസ്കാരം. എത്ര നാളായി നിങ്ങളെല്ലാം ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ജീവിതത്തിൽ നമുക്ക് കാശുണ്ട്, വീടുണ്ട്, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കുറവ് അനുഭവിക്കുന്നുണ്ടല്ലേ? ഒരു ഭാരം എപ്പോഴും കൂടെ ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ചുറ്റുമുള്ള നല്ല കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് എപ്പോഴും എന്തൊക്കെയോ ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ കുറേ ബാധ്യതകളുടെ പേരിൽ, കുറേ പ്രാരാബ്ധത്തിൻ്റെ പേരിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ വന്നു ചേർന്ന കുറേ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും ദുരിതങ്ങളെയും ആലോചിച്ച് ഓരോ ദിവസവും നമ്മൾ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെ ചിന്തകളുടെ ഒരു കാട് തന്നെ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചിന്തകളുടെ കാട് ആദ്യം നമുക്കൊന്ന് വെട്ടിത്തെളിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നതിൽ നിന്ന് മാറി നമുക്ക് ഇന്നത് സംഭവിക്കണം എന്നത് തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, ദുരിതമുണ്ട്, ബാധ്യതയുണ്ട്, കടബാധ്യതയുണ്ട്. അതാണല്ലോ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇതിനെല്ലാത്തിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ചിന്തകളെ ഒന്ന് മനസ്സിലാക്കാനും അതിനെ ഒന്ന് നിർത്താൻ സാധിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ്, ഞാൻ ദിനേശ് മുങ്ങത്ത്, നിങ്ങളോടൊപ്പം അടുത്ത ഒരു 90 ദിവസത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ട് യാത്ര പോവുകയാണ്. നിങ്ങളെല്ലാവരും തയ്യാറാണെങ്കിൽ ബാക്കിയും കൂടി കേട്ടതിന് ശേഷം തീരുമാനിക്കുക. നോക്കൂ, മനസ്സിനെ മാറ്റുക, ജീവിതത്തെ ആസ്വദിക്കുക എന്ന് പറയും. എന്താണ്? മറ്റൊന്നുമല്ല, നമ്മൾ നമ്മളെ മാറ്റാൻ തയ്യാറായി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കുക എന്നതാണ് ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് പിടിക്കാവുന്ന ഒരു ലക്ഷ്യം നമുക്ക് ഇപ്പോൾ സെറ്റ് ചെയ്യാം. മനസ്സിനെ അറിയുക, ജീവിതത്തെ ആസ്വദിക്കുക എന്നുള്ളത് ഒരു വെറും ഡയലോഗായിട്ട് പറയാൻ വന്നതല്ല. നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു യാത്രയുടെ തുടക്കത്തെക്കുറിച്ച് പറയാനാണ് വന്നത്. ഒരു 90 ദിവസത്തെ ഹാപ്പിനെസ് ചലഞ്ച് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരുടെയും ജീവിതത്തിലേക്ക് ആ ഒരു പഴയ സന്തോഷവും ആത്മവിശ്വാസവും ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറി സന്തോഷവും ദുരിതമില്ലാത്തൊരവസ്ഥയും ഒക്കെ ഉണ്ടാകാനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും കൂടുതൽ കൂടുതൽ ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനും, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ബോധ്യത്തെ നമ്മൾ തിരികെ കൊണ്ടുവരാനുമുള്ള ഒരു ദൗത്യം നമ്മൾ തുടങ്ങുകയാണ്. നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ താഴെ ഒന്ന് യെസ് ഐ ആം ഇൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇന്ന് മുതൽ ഒരു നോട്ട് പുസ്തകം എടുത്തു വെക്കുക. എന്നിട്ട് ഇന്നത്തെ വീഡിയോൻ്റെ ഡേറ്റും കൂടി എഴുതുക. ഞാൻ ദിനേശ് സാറിനോടൊപ്പം അടുത്ത 90 ദിവസത്തേക്ക് യാത്ര തുടങ്ങുകയാണെന്ന് എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് തുടങ്ങാം. ക്ലിയർ ആണല്ലോ അല്ലേ? റെഡി ആണല്ലോ? നിങ്ങൾ എഴുതി വെച്ചോളൂ. ഒരു പുതിയ നോട്ട് പുസ്തകം വാങ്ങിച്ചോളൂ. അടുത്ത 90 ദിവസവും രാവിലെ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ സംസാരിക്കുന്നു. നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്ട് ചെയ്ത് നോക്കുക. എന്നിട്ടത് പ്രാവർത്തികമാക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണോ അത് വീഡിയോൻ്റെ താഴെ വന്ന് പറയുക. തികച്ചും സൗജന്യം. നിങ്ങൾ മാറുക. നിങ്ങൾ മാറ്റമുണ്ടാക്കുമ്പോൾ സർവേശ്വരൻ നമുക്ക് നൽകുന്ന ആ ഒരു ബ്ലെസ്സിങ് ഉണ്ടല്ലോ, അനുഗ്രഹമുണ്ടല്ലോ, അതായിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നതുകൊണ്ട്. അപ്പോൾ തയ്യാറാണല്ലോ അല്ലേ? യെസ്. എങ്കിൽ ബാക്കി കൂടി കേട്ടോളൂ. അടുത്ത 90 ദിവസങ്ങൾ നമ്മളൊരു 30 ദിവസത്തെ പ്രവർത്തനങ്ങളാക്കി മാറ്റുകയാണ്. ആദ്യത്തെ 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. എന്താണ്? ഒന്നാമത് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കും. മൈൻഡ് മാസ്റ്ററി എന്ന് പറയും. എന്താണ്? നമ്മൾ ചിന്തകൾ ആണ് ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? യെസ് ഓർ നോ? അപ്പോൾ ആ ചിന്തകൾ നമ്മളെ ഭരിക്കുകയല്ല വേണ്ടത്, നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോൾ നിർത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതറിയാം നിങ്ങൾക്കും,
പക്ഷെ അത് എങ്ങനെ എന്നതാണ് ചോദ്യം അല്ലേ. അതിനുള്ള ഒരു 30 ദിവസത്തെ പ്രാക്ടീസ്. ഒരു ദിവസം പ്രാക്ടീസ് ചെയ്താലൊന്നും മാറില്ല മനസ്സ്, കാരണം കുറേ ദിവസങ്ങളായിട്ടുള്ളതാണ്. ഈവൻ ചെറിയ 15 വയസ്സായ കുട്ടി മുതൽ 80 വയസ്സായ ആൾക്ക് വരെ പ്രാക്ടീസ് ചെയ്യാവുന്ന ലളിതമായ പ്രാക്ടീസുകൾ 30 ദിവസം കൊണ്ട് നമ്മൾ നടത്തും. അപ്പം നമ്മളുടെ മനസ്സിനെ എങ്ങനെ നിർത്താമെന്ന് വളരെ ന്യൂറോ സയൻറ്റിക്കലായിട്ട്, സ്പിരിച്വലായിട്ട്, അല്ലെങ്കിൽ സയൻറ്റിഫിക്കലായിട്ട് തലച്ചോറിനെ ഹാപ്പിനെസ്സിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യുമെന്നതിനെ പറ്റിയിട്ടുള്ള വ്യക്തമായ പ്രാക്ടീസ് നമ്മൾ നടത്തും. കുറേ സംസാരിക്കുക, കുറേ തിയറി പറയൊന്നുമില്ല. ഒരു 10 മിനിറ്റ് 5 മിനിറ്റിനകത്തുള്ള വീഡിയോസ് 5 മിനിറ്റ് കാര്യം പറയും, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രമാണ് ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മൾ എപ്പോഴും കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കുന്ന കാര്യം. എന്താണ്? നമ്മൾ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്താണ് സങ്കടങ്ങൾ, ദേഷ്യങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പരിഭവങ്ങൾ, അസൂയകൾ, കോപം, പ്രതികാരം, ഇങ്ങനെയുള്ള കുറേ ഇംപ്യൂരിറ്റീസ് ഉണ്ട്, കുറേ മാലിന്യങ്ങളുണ്ട്. അതൊക്കെ അങ്ങ് കഴുകിക്കളഞ്ഞ് മനസ്സിൻ്റെ മുറിവുകളെ ഉണക്കുന്ന സമയം. നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടെ, നിങ്ങൾക്ക് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിന് മുറിവുകളുണ്ടോ ഇല്ലയോ? സ്വർണ്ണം ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ നോക്കട്ടെ. എൻ്റെ മനസ്സിന് മുറിവൊന്നുമില്ല, ഞാൻ പെർഫെക്റ്റാണ് എന്ന് പറയുന്ന എത്ര പേരുണ്ട് നോക്കട്ടെ? ഇല്ലല്ലേ. കൃത്യമായിട്ടും അത് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് കേട്ടോ. ഉണ്ടാവരുത് എന്ന് പറയും, ഉണ്ടാവണം. പക്ഷെ അത് പ്രാക്ടീസ് കൊണ്ട് എത്തിപ്പെടുന്നതാണ്. എൻ്റെ ക്ലാസ്സിൽ നിരന്തരം വന്നിരിക്കുന്നയാളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇല്ല സാറേ എന്ന് പറഞ്ഞു. കാരണം അവർ പ്രാക്ടീസ് ചെയ്തു. 2 വർഷത്തോളം, 1.5 വർഷം, 2 വർഷമായി നമ്മുടെ കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. 6 മാസം 3 മാസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നടന്ന് ഇഷ്ടം പോലെ സഹോദരിമാരും സഹോദരന്മാരും ക്ലാസ്സിലുണ്ട്. അവരൊക്കെ നിങ്ങളോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആത്മീയമായിട്ടുള്ള ഉണർവിലേക്ക് കടക്കണം. സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾ പോയി അമ്പലത്തിൽ പോയി മണിയടിക്കണം, പൂജ അടിക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആത്മീയത എന്ന് പറഞ്ഞാൽ അവനവനെ അറിയുക എന്ന് മാത്രമാണ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നോക്കൂ, മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മൾ ആത്മീയമായി ഉണരും. അതായത് മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മളുടെ യഥാർത്ഥ നമ്മൾ, അതിനാണ് ആത്മീയത പറയുന്നത്, യഥാർത്ഥ നമ്മളുടെ ഉണർവ് ഇവിടെ ഉണ്ടാകും. നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതൊന്നും യഥാർത്ഥ നിങ്ങളുടെ കാര്യങ്ങളല്ലെന്നേ. ആരൊക്കെയോ ചെയ്തു വെച്ച കർമ്മത്തിൻ്റെയും കർമ്മഫലത്തിൻ്റെയും, നമ്മൾ അറിയാതെ ചെയ്തു പോയ കർമ്മഫലത്തിൻ്റെയൊക്കെ അനുഭവങ്ങളാണ് നമ്മൾ ചെയ്തത്. യഥാർത്ഥത്തിൽ നിങ്ങളതല്ല. അപ്പോൾ ആത്മീയതയിലേക്ക് എത്തുമ്പോൾ മാത്രമേ യഥാർത്ഥ നിങ്ങളായി മാറുകയുള്ളൂ. ആ നമ്മളൊന്ന് തിരിച്ചറിയണം. പേടികളോ ആശങ്കകളോ ഇല്ലാത്ത സമാധാനമുള്ള ഒരു പഴയ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഘട്ടം. അങ്ങനെ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. നിങ്ങൾ തയ്യാറാണ്? ഒന്നുകൂടി കൺഫേം ചെയ്തോളൂ. ഞാൻ തയ്യാറാണെന്ന് മലയാളത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവർക്കും ആ എഴുതാനും കൂടി ഒന്ന് റെഡി ആവട്ടെ. ഓക്കെ. അപ്പോൾ ഈ 90 ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. പക്ഷേ എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു ഉറപ്പ് വേണം. കാരണം ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു മോട്ടിവേഷന്, ആ ഒരു സപ്പോർട്ടിന്, ജ്ഞാനത്തിന് നിങ്ങൾ പ്രത്യുപകാരമായി എനിക്കൊരു കാര്യം ചെയ്യണം. അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ യാത്രയിലൂടെ പോകാൻ സാധിക്കുക. ഈ യാത്രയിൽ മുഴുവനായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകണം. പ്രതിജ്ഞ പോലെ നിങ്ങൾ ഏറ്റെടുക്കുക, കൂടെ ഉണ്ടാകുമെന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഞാൻ പ്രാവർത്തികമാക്കി വന്ന കഥകളൊക്കെ ഞാൻ പറയാം. അപ്പം അതുപോലെ നിങ്ങൾ പ്രാവർത്തികമാക്കണം. എങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നൽകാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാകും എങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും യെസ് ഐ ആം ഇൻ ഒന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കുക. എന്താണ് നിങ്ങൾ എഴുതുന്ന ഈ കമൻറ്റ് വെറും ഒരു കമൻ്റല്ല, അത് ഇന്ന് മുതൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കാൻ തയ്യാറാണ് എന്ന് യൂണിവേഴ്സിനോട്, അല്ലെങ്കിൽ ദൈവത്തിനോട്, പടച്ചവനോട്, അല്ലെങ്കിൽ ജീസസിനോട്, മാതാവിനോട്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ വിളിക്കുന്ന ഏത് ദൈവത്തിനോടോ അതിനോടുമുള്ള നിങ്ങളുടെ ഉടമ്പടിയാണ്. ആ ഉടമ്പടി നിങ്ങൾ സ്വീകരിക്കുക എന്നത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഈ
യാത്രയിൽ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം, ഈ യാത്ര നമുക്ക് ഒന്നിച്ചാകാം. നോക്കൂ, തീരുമാനം നിങ്ങളുടേതാണ് എന്ന് മാത്രമാണ്. അപ്പോൾ എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്? ഉടനെ തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വീണ്ടും അടുത്ത വീഡിയോ വരുമ്പോൾ അറിയാം. ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി സർക്കിളിനും മറ്റുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കുക. മാക്സിമം ആൾക്കാർ പങ്കെടുക്കട്ടെ, അവരുടെ ജീവിതത്തിൽ ഭാഗമായി മാറട്ടെ. യൂട്യൂബിലാണ് ക്ലാസ് വരുന്നത്. നിങ്ങൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലോ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. നോക്കൂ, ഞാൻ ഇവിടെ 15 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവരെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യമോ അവർ ഇമോഷണലുമായി ബന്ധപ്പെട്ട കാര്യമോ അവർക്ക് എങ്ങനെ എക്സാമിനെ ക്രാക്ക് ചെയ്യാനുള്ള ടെക്നിക്കുകളും അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ടുള്ള ഓഫീസിൽ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാമെന്നും ഓഫീസിലെ മറ്റുണ്ടാവില്ല ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടാവും, അതിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നും അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ദാമ്പത്യ ജീവിതത്തിലെ ഉടമ്പടികൾ എങ്ങനെയൊക്കെയാണ് കടന്നു പോകേണ്ടതെന്നും അതുപോലെ തന്നെ ബന്ധത്തിലെ അമ്മായിയപ്പൻ അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്. അതിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നും ഒരു ലവ് ലൈഫ് എങ്ങനെയാണ് കൊണ്ടു നടക്കാമെന്നും അതുപോലെ തന്നെ സമ്പത്തിനെ എങ്ങനെ കൃത്യമായി നമ്മുടെ കൈകളിൽ ഒതുക്കാമെന്നും എല്ലാം ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നു. കാരണം ജീവിതത്തിൽ 5 കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായി ബാലൻസ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ എല്ലാം സയൻറ്റിഫിക് ആയിട്ട് അതിനകത്ത് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും മാറ്റപ്പെടുന്ന രീതിയിലാണ് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും മാറ്റമുണ്ടാവും. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കൂടി ഉണ്ടാവും. നമ്മുടെ ക്ലാസ്സുകൾക്ക് കയറി വരാനായിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഭാഗമാവുക. അതിന് ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. അഡ്മിനെ വിളിക്കാനുള്ളവർക്ക് അഡ്മിനെ വിളിച്ചോളാം. നമ്മൾ വി ആർ ഫ്രീ ടു എവരിവൺ. നമുക്കൊരു കണ്ടീഷൻസുമില്ല. നിങ്ങൾ നൽകുന്ന സ്നേഹമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നറിയുക. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നമുക്ക് കാണാം നെക്സ്റ്റ് ടൈം. ഓക്കെ, മറക്കരുത് ചാനൽ പേര് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ചാനലിൻ്റെ പേരൊന്ന് എടുത്തിട്ട് എഴുതി വെച്ചോളൂ. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ അത് എടുക്കാനായിട്ട് നമ്മൾ ചാനലിൽ ലിങ്ക് കിട്ടുന്നുണ്ടാവും. അതിൽ കയറി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. പലർക്കും അറിയില്ല എങ്ങനെ ചാനൽ എടുക്കണം. ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നില്ല. അതൊന്ന് ഓപ്പൺ ആക്കി വെച്ചേക്കാം. നോട്ടിഫിക്കേഷൻ അവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഒന്ന് ഓപ്പൺ ആക്കി വെച്ചാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്കറിയാം. നമ്മുടെ 2 ചാനലുകളുണ്ട്. ഈ ചാനലിലെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഹാപ്പിനെസ് മാസ്റ്റേഡ് ചാനലിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു, ലവ് യു ആൾ. ദൈവം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവട്ടെ. താങ്ക് യു, ലവ് യു ആൾ. ദിനേശ് മുങ്ങത്ത് സൈനിങ് ഔട്ട്. താങ്ക് യു.